ഇനി നാലാമത്തെ ഒരു ചോദ്യം, ഡീലിമിറ്റേഷൻ മണ്ഡല പുനർനിർണയം എന്തുകൊണ്ട് നിർണായകമാകുന്നു? ഇതൊരു ക്യാച്ചാണ്. അതായത് ഒരു പക്ഷേ ഇതേക്കുറിച്ച് സാധാരണക്കാരായ പലർക്കും ഒരു ധാരണ ഇല്ലാതാകുന്നുണ്ട്, അല്ലെങ്കിൽ ധാരണ ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർക്കത് കൃത്യമായൊരു ചിത്രം കിട്ടിയിട്ടില്ല. ഞാനൊരു ചെറിയ ഒരു കണക്ക് പറയാം. 971 ഉത്തർപ്രദേശിൻ്റെ ജനസംഖ്യ 8.8 കോടി. കേരളത്തിൻ്റെ ജനസംഖ്യ 971 2.13 കോടി. 2011 എന്നുള്ള വർഷം എത്തിയപ്പോഴേക്കും ആ സെൻസസിൽ ഈ യു പിയുടെ ജനസംഖ്യ 8.8 എന്നുള്ളത് 20 കോടിയായി വർദ്ധിക്കുന്നു. എന്ന് വച്ചാൽ 230% കണ്ട് വർധനവ്. കേരളത്തിൻ്റെ 71 2.13 ആയിരുന്നത് 2011 3.3% 3.34 കോടിയായി വർദ്ധിക്കുന്നു. എന്ന് വെച്ചാൽ 155%. എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ പോപ്പുലേഷൻ 71-നും 2011-നും ഇടയിൽ 155% വർദ്ധിച്ചപ്പോൾ ഉത്തർപ്രദേശിൻ്റേത് 230% വർദ്ധിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നടന്നത്. എന്നുവെച്ചാൽ ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും തമ്മിലുള്ള ജനസംഖ്യാ വർധനവിൻ്റെ തോതിൽ വന്നിട്ടുള്ള വലിയൊരു മാറ്റത്തെ സൂചിപ്പിക്കുന്ന ഒരു സംഖ്യയാണിത്. ഇപ്പോൾ ഈ മണ്ഡല പുനർനിർണയം യഥാർത്ഥത്തിൽ നിർണായകമാകുന്നത് എന്തുകൊണ്ടാണ്? 971 സെൻസസ് പ്രകാരം സീറ്റുകളുടെ എണ്ണം നിജപ്പെടുത്തിക്കൊണ്ട് 976 ശ്രീമതി ഗാന്ധി നിയമം കൊണ്ടുവരുന്നു. എന്ന് വെച്ചാൽ 71 സെൻസസ് ആയിരിക്കും മാനദണ്ഡം. ആ മാനദണ്ഡ പ്രകാരമുള്ള സീറ്റുകളായിരിക്കും എല്ലാ സംസ്ഥാനങ്ങൾക്കും ലഭിക്കുക. അതിനൊരു കാരണമുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാർ 70കളിൽ ജനസംഖ്യാ നിയന്ത്രണ നയം കൊണ്ടുവരുന്നു. എന്നിട്ട് സംസ്ഥാനങ്ങളോട് പറയുന്നു, ജനസംഖ്യ നിയന്ത്രിക്കണം. ഈ രാജ്യത്തിൻ്റെ ജനസംഖ്യ പെരുകിക്കഴിഞ്ഞാൽ ഈ രാജ്യം ഒരിക്കലും വികസിത രാജ്യമാകാൻ പോകുന്നില്ല. മറ്റ് രാജ്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ നമ്മളും ജനസംഖ്യ നിയന്ത്രിക്കണം. ജനസംഖ്യ നിയന്ത്രിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഒരു കാരണവശാലും പിൽക്കാലത്ത് ദുഃഖിക്കേണ്ടി വരില്ല. കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ നയസമീപനവും ഈ ജനസംഖ്യ നയം നടപ്പിലാക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുമെന്നും. അങ്ങനെ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ വളരെ ആവേശത്തോടു കൂടി ജനസംഖ്യാ നിയന്ത്രണം യാഥാർത്ഥ്യമാക്കുന്നു. നമ്മുടെ ഇപ്പോൾ റീപ്ലേസ്മെൻറ്റ് ലെവല് യഥാർത്ഥത്തിൽ ഒരു ജനസംഖ്യ ഒരേപോലെ പോകണമെങ്കിൽ ഈ പറയുന്ന ജനന നിരക്ക് എന്ന് പറയുന്നത് 2.1 റീപ്ലേസ്മെൻറ്റ് ലെവൽ 2.1%. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആ റീപ്ലേസ്മെൻറ്റ് ലെവലിനേക്കാളും താഴെയാണ്. പക്ഷേ ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് ഈ സംസ്ഥാനങ്ങളൊക്കെ എന്ത് ചെയ്തു? അവർ ഒരു തരത്തിലും ജനസംഖ്യ നിയന്ത്രിച്ചില്ല. അപ്പോൾ അവരുടെ ജനസംഖ്യ കുതിച്ചുയർന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ 155% വർദ്ധിച്ചപ്പോൾ 1971-നും 2011-നും ഇടയിൽ വർദ്ധിച്ചപ്പോൾ ഉത്തർപ്രദേശിൻ്റെ അത് 230. ഇനി ഇപ്പം നോക്കുകയാണ് 2026 നോക്കുകയാണെങ്കിൽ നമ്മുടെ ജനസംഖ്യ 3.5 കോടിയായിരിക്കും. ഉത്തർപ്രദേശിൻ്റെ ജനസംഖ്യ 25 കോടിയാകും. അപ്പോൾ എത്ര ശതമാനത്തിൻ്റെ വർധനമായിരിക്കും? 300% വർധനമായിരിക്കും അവർക്കുണ്ടാകാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നിർണായകമാകുന്നത്? 971 എന്നുള്ള ബേസ് ഇയറിനെ ഈ സർക്കാർ, BJP സർക്കാർ 2011 പിടിച്ചിരുന്നു. ഇനി 2011 പ്രകാരമാണ് ഡീലിമിറ്റേഷൻ നടക്കുന്നതെങ്കിൽ വെച്ചാൽ 850 സീറ്റ് ഇങ്ങനെ ലോകസഭയിൽ ഇങ്ങനെ ഉണ്ടാകാൻ പോകുന്നു. ആ 880 സീറ്റിനെ 2011 ജനസംഖ്യ പ്രകാരം പിടിച്ചിടുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഞാനിപ്പോൾ ഒരു ടേബിൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുക. അതായത് നമുക്ക് കേവലം 3 സീറ്റ് വർദ്ധിക്കും.
20 എന്നുള്ളത് 23 ആവും. മറ്റ് സംസ്ഥാനങ്ങൾക്ക് വരാൻ പോകുന്ന വർധനവ് നോക്ക്. ഉത്തർപ്രദേശിനൊക്കെ ഭീമമായ വർധനവ്, ഉത്തരേന്ത്യക്ക് ഭീമമായ വർധനവ്. ഇതൊക്കെ നിങ്ങൾ ഈ ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. ഇതാണ് ഇവർ യഥാർത്ഥത്തിൽ ഈ ഒരു പ്രത്യേക സിറ്റിങ്ങിലൂടെ ലക്ഷ്യം വെച്ചത്. അതുകൊണ്ടാണ് ഈ ഡീലിമിറ്റേഷൻ നിർണായകമാകുന്നു എന്നുള്ള കാര്യം പറയുന്നത്. ഇനി ഇവിടെ ഒരു ക്യാച്ചുണ്ട്. ഈ പാർലമെൻറ്റ് ഡിബേറ്റിനിടയ്ക്ക് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ പേടിക്കേണ്ടെന്ന്, ഈ 850 എന്നുള്ളത് അതല്ലെങ്കിൽ നിയമസഭയിൽ വർദ്ധിക്കാൻ പോകുന്നത് ഞങ്ങളൊരു കാര്യം ചെയ്യാം, തുല്യ അനുപാത നിലയ്ക്ക് ഞങ്ങൾ വർദ്ധിപ്പിക്കാം. അതിനൊന്നൊരു വിലയില്ല. ഒരു മന്ത്രി സഭാതലത്തിൽ അല്ലെങ്കിൽ പുറത്ത് നൽകുന്ന വാഗ്ദാനങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. അത് ഭരണഘടനാ നിയമത്തിൻ്റെ ഭാഗമായിരിക്കണം. ഒന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. കേവലം ശ്രീമതി ഗാന്ധി മാത്രമല്ല നമ്മുടെ സീറ്റുകൾ മരവിപ്പിച്ചത്. 1976 2001 അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ നമ്മുടെ ലോകസഭാ സീറ്റുകളും നിയമസഭാ സീറ്റുകളും 25 വർഷം ഒരിക്കൽ കൂടി വർദ്ധിപ്പിച്ചു, ഫ്രീസ് ചെയ്തു, മരവിപ്പിച്ചു. എന്തുകൊണ്ടാണ്? ഈ സീറ്റ് വർധനവ് ജനസംഖ്യ അനുപാതമായി മാറ്റുന്നത് ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളോടുള്ള ഒരു പാതകമാകും, അവർക്കുള്ള ശിക്ഷയാകുമെന്ന് കണ്ടതുകൊണ്ടാണ് 2001 അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്തും ഈ പറയുന്ന ഇന്ദിരാഗാന്ധി ചെയ്തതുപോലെ തന്നെ സീറ്റുകളുടെ എണ്ണം മരവിപ്പിച്ചത്. ആ മരവിപ്പ് 2026 വരെ തുടരണം. അത് എടുത്തു കളയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവർ മണ്ഡല പുനർനിർണയവുമായിട്ട് വന്നത്. ഇനി ഇതിനിടയിൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു ചോദ്യമുണ്ട്. ഡീലിമിറ്റേഷനും ജെറിമാൻഡറിങ്, അത് നമ്മൾ പ്രതിപക്ഷത്തിൻ്റെ പ്രതിപാദനങ്ങളിലൊക്കെ വന്നിട്ടുള്ള ഒരു സംഭവമാണ്. എന്താണ് ജെറിമാൻഡറിങ്? യഥാർത്ഥത്തിൽ ഈ ജെറിമാൻഡറിങ് എന്നുള്ളത് അമേരിക്കയിൽ നിന്ന് വന്ന ഒരു പദാവലിയാണ്. എൽബ്രിഡ്ജ് ജെറി എന്ന് പറയുന്ന മസാച്യുസെറ്റ്സിൻ്റെ ഗവർണർ 2 നൂറ്റാണ്ട് മുമ്പ് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മസാച്യുസെറ്റ്സിലെ മണ്ഡലങ്ങളെ അദ്ദേഹം പുനർനിർണയം ചെയ്തു, ഡീലിമിറ്റേഷൻ ചെയ്തു. എങ്ങനെയാണെന്നറിയോ? അതൊരു നീർപ്പല്ലിയുടെ രൂപത്തിലാണ്, ഒരു ജലജീവിയുടെ രൂപത്തിലാണ് അദ്ദേഹം ജെറിമാൻഡർ ചെയ്ത്. എന്ന് വെച്ചാൽ ഒരു അന്തവും കുന്തവും ഇല്ലാത്ത രീതിയിൽ തൻ്റെ പാർട്ടിക്ക് ജയിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ജെറിമാൻഡറിങ്. അതായത് ഒരു മണ്ഡലത്തിൻ്റെ രൂപം എന്ന് പറയുന്നത് ഒരു നീർപ്പല്ല് കണക്കെ ആക്കി വെച്ചു. അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ തൃശ്ശൂർ ലോക്സഭാ സീറ്റിൽ സുരേഷ് ഗോപി ജയിച്ചു. എന്തുകൊണ്ടാണ് ജയിച്ചത്? അതിലേറ്റവും പ്രധാനപ്പെട്ട നിദാനമായി പ്രവർത്തിച്ചത് ഒരു 75,000 പേരെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് തൃശ്ശൂർ വോട്ടർമാരാക്കി മാറ്റി. അതായത് ഇപ്പോൾ ബി ജെ പിക്ക് ശക്തിയില്ലാത്ത ചില സ്ഥലങ്ങളിൽ നിന്ന്, ഇപ്പോൾ മലപ്പുറത്ത് ഏതെങ്കിലും മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന കുറേ ബി ജെ പിക്കാരോട് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇങ്ങോട്ട് മാറ് എന്ന് പറഞ്ഞ് മാറ്റി, അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ട്. ഇപ്പോൾ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ തന്നെ അവർ തിരുവനന്തപുരത്തെ സ്ഥിരം നിവാസികൾ വോട്ടർമാരുമാണ്. അവർ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവരവിടെ പോയി വോട്ട് ചേർത്തു. അത് വേറൊരു രൂപത്തിൽ. ഇനി ജെറിമാൻഡറിങ് എന്നാണ് നിങ്ങൾക്ക് ശക്തിയുള്ള കേന്ദ്രങ്ങളെയൊക്കെ നിങ്ങളുടെ ഒരു തിരഞ്ഞെടുപ്പ് കണ്ട് ലാക്കാക്കിയിട്ട് ആ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക. ഇപ്പോൾ ഇതിന് 2 ഉദാഹരണമുണ്ട്. ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിൽ ഇവർ ഡീലിമിറ്റേഷൻ നടത്തി. അവിടെ ബി ജെ പിക്ക് ഹിതകരമല്ലാത്ത കാശ്മീർ താഴ്വരയിൽ ആകെ വർദ്ധിച്ച സീറ്റിൻ്റെ എണ്ണം 1. ബി ജെ പിക്ക് ശക്തിയുള്ള ജമ്മുവിൽ വർദ്ധിച്ച സീറ്റുകളുടെ എണ്ണം 6. നോക്കുക. എന്ന് വെച്ചാൽ ആ സംസ്ഥാനത്തിൻ്റെ അധികാര സന്തുലിതാവസ്ഥയെ, രാഷ്ട്രീയ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ ഡീലിമിറ്റേഷൻ ഒരു ജെറിമാൻഡറിങ്ങിൻ്റെ രൂപത്തിൽ ആക്കി. ഇനി അസമിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അസമിൽ കഴിഞ്ഞിടയ്ക്ക് ഇവർ ഡീലിമിറ്റേഷൻ നടത്തി. അത് അസമിൽ നടത്താൻ കാരണം മുമ്പുണ്ടായിരുന്ന ഡീലിമിറ്റേഷൻ അസമിൽ അന്നത്തെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ കാരണം നടപ്പിലാക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ അടുത്ത കാലത്താണ് നടപ്പിലാക്കിയത്. നടപ്പിലാക്കിയപ്പോൾ എന്താ ചെയ്തത്? ചില മണ്ഡലമൊക്കെ ഒരു ഏകരൂപത്തിലല്ല, എന്ന് വെച്ചാൽ ബന്ധപ്പെട്ട് പോലും കിടക്കണമെന്നില്ല, തുരുത്തുകളാക്കി മാറ്റി. അതായത് പ്രതിപക്ഷത്തിന് ശക്തി ഉണ്ട് എന്ന് കരുതിയ
പ്രദേശങ്ങളെയൊക്കെ താറുമാറാക്കി ആ രൂപത്തിൽ മാറ്റി മറിച്ചു. ഇതാണ് ജെറിമാൻഡറിങ്. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് ഈ ബില്ലിലൂടെ ഡീലിമിറ്റേഷനാണ്. ആ ഡീലിമിറ്റേഷനിൽ ഇപ്പോൾ നമ്മുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാറൊക്കെ ആയിരിക്കും ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാര കേന്ദ്രം. അദ്ദേഹം എങ്ങനെയായിരിക്കും ചെയ്യാമെന്നറിയാലോ. അപ്പോൾ ഡീലിമിറ്റേഷൻ മാത്രമല്ല, ജെറിമാൻഡറിങ്ങിലേക്ക് കൂടി ഇത് പോകുമെന്നുള്ള കാര്യം വളരെ വ്യക്തമായി. അതുകൊണ്ടാണ് ജെറിമാൻഡറിങ് എന്നുള്ള ഒരു പദാവലി പാർലമെൻറ്റിൻ്റെ തലത്തിൽ ഉയർന്നു വന്നത്.